നമ്മള് ഇന്നലെ സോറി ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 13th പേപ്പറിലെ മാർക്കറ്റ് വ്യൂ ആണ്. അതായത് യൂറോ USD ഏത് സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഹയർ പ്രോബബിലിറ്റി എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മളൊരു ആന്റിസിപ്പേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഏത് വശത്തേക്ക് പോകാനായിരിക്കും ഹയർ പ്രോബബിലിറ്റി എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എവിടെയായിരുന്നു ആ ഡ്രോയിങ് ഞാൻ കളഞ്ഞായിരുന്നു, ഇല്ലെങ്കിൽ അത് എടുത്ത് നോക്കായിരുന്നു. ഇന്നലത്തെ വീഡിയോ തന്നെ 1 മിനിറ്റിലായതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 24 ഇതില് സ്പോർട്സിലാണ് ഉണ്ടാവുന്നത്. മാർക്കറ്റ് ഇപ്പൊ നിസ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു രംഗമാണ്, അല്ലെങ്കിൽ 50 നമ്മൾ നോക്കുന്നത്. ഇതിന് താഴെ പോയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെയുള്ള ഓർഡേഴ്സ് എടുക്കാൻ പറ്റും, കാരണം ഇത് നല്ല ഫാളാണ്. സോ ഇവിടെയുള്ള ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോ ഇവിടെ നിന്നും എൻട്രി പ്ലേസ് ചെയ്ത് ടാർഗറ്റ് ഈ ഒരു റേഞ്ച് വരെ വെക്കാമെന്നുള്ളതാണ് എന്റെ ആന്റിസിപ്പേഷൻ ഉള്ളത്. എൻട്രി ചാൻസ് എന്നുള്ളത് ഇതിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അഗെയിൻ മാർക്കറ്റ് ഈ എക്സാക്ട്ലി നമ്മൾ ഇന്നലത്തെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇതൊരു ഓക്കെ, ഇത് ഓബി അല്ല. ഇവിടെ നിന്ന് ഇതൊരു 50% ഓഫ് ദിസ് റേഞ്ച് ആണ്. ഓക്കെ, റേഞ്ച് കാണിച്ചു തരാം. ഈ റേഞ്ചിന്റെ 50% മാർക്കറ്റ് എന്ത് ചെയ്യുന്നതാണ്, ഇത് റിവേഴ്സ് ആവുന്നതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് റിവേഴ്സ് ആയ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു ബെയറിഷ്നെസ് കിട്ടി. അഗെയിൻ മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ലെവലിന് താഴെ ക്ലോസ് ചെയ്തിട്ട് അഗെയിൻ നമ്മൾ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ റേഞ്ചിലോട്ട് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി പ്ലേസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ തിരിച്ച് അതുപോലെ മാർക്കറ്റ് കയറി വെച്ച് കഴിഞ്ഞാൽ ഇല്ല, തിരിച്ച് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തതിനു ശേഷം പിന്നെ കയറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എൻട്രി പ്ലേസ് ചെയ്യുന്നുള്ളതാണ്. താഴോട്ട് തന്നെയാണ് നമ്മുടെ ഓവറോൾ വ്യൂ എന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റ് എന്ത് ആയിട്ടുണ്ട്, താഴോട്ട് തന്നെ. ഇതാണ് നമ്മുടെ എയിമിംഗ് പോയിന്റ് പറഞ്ഞത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇതാണ് എയിമിംഗ് പോയിന്റ് പറഞ്ഞ് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എല്ലാ ട്രേഡ്സും എനിക്ക് എന്താ ഓൾമോസ്റ്റ് എനിക്ക് ഇവിടെ നിന്നൊരു എൻട്രി കിട്ടി, അത് ഞാൻ ഇതുവരെ ഹോൾഡ് ചെയ്തു. ഇവിടെ നിന്നൊരു എൻട്രി കിട്ടിയത് ഓൾമോസ്റ്റ് ഇവിടെ വരെ ഞാൻ ഹോൾഡ് ചെയ്തു. അഗെയിൻ ഇവിടെ നിന്നൊരു എൻട്രി ഞാൻ വീണ്ടും പ്ലേസ് ചെയ്തു. അത് അത് ഇവിടെ നിന്ന് സെല് ചെയ്തു. അത് ഇവിടെ പോയി തിരിച്ചു കയറിയ സമയത്ത് സെല് ചെയ്തു. പിന്നീട് ഒറ്റയടിക്ക് മാർക്കറ്റ് വീണു. എനിവേ, നമ്മുടെ ട്രേഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു. മൊത്തം 2 ട്രേഡ്സ് ആയിട്ടാണ് എടുത്തത്. ഒന്നില് $40 പ്രോഫിറ്റും പിന്നെ ഒന്നില് $20 പ്രോഫിറ്റും. അങ്ങനെയായിരുന്നു നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ഞാൻ നോക്കിയിട്ട് പറയാം, 1 സെക്കൻഡ്. മെറ്റ 5 യെസ്, ഇന്നലെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് $62 ആണ്, $62. ഇതിലൊരു $2 ലോസ് ഉണ്ട്. സോ പെട്ടെന്ന് വ്യൂ തെറ്റിയെന്ന് വിചാരിച്ചിട്ട് കോസ്റ്റ് വന്നപ്പോൾ സെല് ചെയ്താണ്. പിന്നെ അഗൈൻ ഒരു വ്യൂ കൺഫർമേഷൻ കിട്ടിയപ്പോൾ അഗൈൻ എൻട്രി എടുത്തു. അങ്ങനെ 2 എൻട്രീസിലൂടെ നമുക്ക് $62 കിട്ടി. നമുക്ക് അക്കൗണ്ട് പോസിറ്റീവ് ആണ്, $5039 ആയിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് ആണ്, ജയിച്ചിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു വ്യൂ ഉള്ളത്. ഇനി നമ്മള് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിക്കും. ഇന്നെന്താ 13th ഏപ്രിൽ ആണ്. ഇന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാ ഡ്രോയിങ്സും ഡിലീറ്റ് ചെയ്യാം.
നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ 1 month ടൈം ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുകിലിന് വേണ്ടി പാടാം. നെറ്റ് സ്ലോ ആണ് കേട്ടോ, അതാണ് വരാത്തത്. 1 month ടൈം ഫ്രെയിമില് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. 1 month ടൈം ഫ്രെയിമില്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു റിയാക്ഷനും കിട്ടിയിട്ടുണ്ട്. കാണാല്ലേ? ഒരു